നമസ്കാരം. 24 റൗണ്ട് അപ്പിലേക്ക് വിശദമായി. CPIM നേതാവ് KJ ഷൈന്റെ സൈബർ അധിക്ഷേപ പരാതിയിൽ യൂട്യൂബർ KM ഷാജഹാൻ കസ്റ്റഡിയിൽ. എറണാകുളം റൂറൽ പോലീസാണ് തിരുവനന്തപുരം ആക്കുളം ചെറുവക്കലിലെ വീട്ടിൽ നിന്ന് KM ഷാജഹാനെ കസ്റ്റഡിയിലെടുത്തത്. KM ഷാജഹാനെതിരെ KJ ഷൈൻ ഇന്ന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ നടപടി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ച് വൈദ്യപരിശോധന പൂർത്തിയാക്കി KM ഷാജഹാനെ കൊണ്ട് പോലീസ് എറണാകുളത്തേക്ക് തിരിച്ചു. യൂട്യൂബിലൂടെ KJ ഷൈനെ അധിക്ഷേപിച്ചെന്ന പരാതിയിൽ കഴിഞ്ഞ ദിവസം എറണാകുളം റൂറൽ പോലീസ് KM ഷാജഹാനെ വിളിച്ചുവരുത്തി ചോദ്യം ചെയ്തിരുന്നു. ഇടതോരം ചാഞ്ഞ NSSന്റെ അപ്രതീക്ഷിത നീക്കത്തിൽ അമ്പരന്ന കോൺഗ്രസ് നേതൃത്വം അനുനയ നീക്കത്തിന്. NSSനെ തലോടിയും സർക്കാരിനെ വിമർശിച്ചും കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി. സമവായ ശ്രമങ്ങൾ കോൺഗ്രസ് അനൌദ്യോഗികമായി തുടങ്ങിയിട്ടുണ്ട്. ശനിയാഴ്ച പ്രതിനിധി സഭയിൽ NSSന്റെ രാഷ്ട്രീയ നിലപാട് ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ വിശദീകരിക്കും. സമദൂരം തുടരുമെന്ന് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ വിശദീകരിക്കുമ്പോഴും LDFിനോട് ശരിദൂരമോ എന്ന അങ്കലാപ്പിലാണ് UDF നേതൃത്വം. ശബരിമല യുവതീ പ്രവേശനത്തിനെതിരായ പ്രക്ഷോഭം ഓർമ്മിപ്പിച്ചും സർക്കാരിന്റെ അന്നത്തെ നിലപാട് പറഞ്ഞും NSSനെ അനുനയിപ്പിക്കുകയാണ് കോൺഗ്രസ് ലക്ഷ്യം. നേതാക്കളാകട്ടെ കരുതലോടെയാണ് പ്രതികരിക്കുന്നത്. എല്ലാ സമുദായ സംഘടനകളോടും നല്ല ബന്ധത്തിൽ പോകണമെന്നുള്ള ആഗ്രഹമുള്ള പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. ഞങ്ങൾ അവരൊക്കെ ആരുമായിട്ട് ഒരു വിരോധത്തിലോ ശത്രുതയിലുള്ള ഞങ്ങൾ NSSുമായിട്ടോ SNDP ആയിട്ടോ ഏതെങ്കിലും സമുദായ സംഘടനകളായിട്ടോ കേരളത്തിലെ കോൺഗ്രസിനോ കേരളത്തിലെ UDF നേതൃത്വത്തിനോ ഒരു തർക്കമില്ല. NSS നിലപാട് BJPക്കും തിരിച്ചടിയായി. BJPയുടെ പ്രതികരണവും കരുതലോടെയാണ്. അല്ല, ഞങ്ങൾ NSSനെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. NSSന് കൃത്യമായിട്ട് ബോധ്യം ഉണ്ടാവുമല്ലോ. കാരണം നാമജപ ഘോഷയാത്രയിൽ പങ്കെടുത്ത NSS നേതാക്കന്മാർക്കെതിരായിട്ട് കേസുണ്ട്. ആ കേസ് പിൻവലിച്ചിട്ടില്ല. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ NSS നിലപാട് UDFനും BJPക്കും തലവേദനയാവുകയാണ്. ശനിയാഴ്ച ചേരുന്ന NSS പ്രതിനിധി സഭയിൽ G. സുകുമാരൻ നായർ രാഷ്ട്രീയ നിലപാടിൽ കൂടുതൽ വ്യക്തത വരുത്തിയേക്കും. ചികിത്സയിൽ കഴിഞ്ഞ G. സുകുമാരൻ നായരെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ചങ്ങനാശ്ശേരിയിലെത്തിക്കണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് NSS അനുനയ നീക്കത്തിന് തുടക്കമിട്ടത്. പിന്നീട് മന്ത്രി VN വാസവൻ ചർച്ചകൾ നടത്തിയെന്നാണ് സൂചന. NSSും SNDP യോഗവുമായുള്ള ഭിന്നതയുടെ മഞ്ഞുരുകിയെന്നും അറിയുന്നു. ന്യൂസ് ഡെസ്ക് 24. രണ്ടു വാർത്തകൾ ഇപ്പോൾ വരുന്നുണ്ട്. അതിലൊന്ന്, കണ്ണൂർ കിളിയങ്ങാട് കാട്ടുപോത്തിറങ്ങി എന്നുള്ള വാർത്തയാണ്. കിളിയങ്ങാട് മേറ്റടി മേഖലയിലാണ് കാട്ടുപോത്ത് ഇറങ്ങിയത്. റോഡിലൂടെ പോകുന്ന കാട്ടുപോത്തിനെ വാഹനയാത്രികർ കാണുകയായിരുന്നു. ഇപ്പോൾ കാട്ടിലേക്ക് കയറിയെന്നാണ് നാട്ടുകാർ അറിയിക്കുന്നത്. മറ്റൊരു വാർത്ത, വഖഫ് ബോർഡ് പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ ഒരു ഹർജി എത്തിയിട്ടുണ്ട്. നിലവിലെ ഭരണസമിതിയുടെ കാലാവധി കഴിഞ്ഞ് 9 മാസമായി. പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഹർജി ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഹൈക്കോടതിയിൽ. അയ്യപ്പ സംഗമത്തിൽ സർക്കാരിനോട് ചോദ്യവുമായി ഗവർണർ. ഭാരതമാതയെ എതിർക്കുന്നവർ അയ്യപ്പ ഭക്തന്മാരായത് എന്തുകൊണ്ട് എന്നാണ് ചോദ്യം. ശബരിമലയിലെ നിലപാട് മാറ്റം തുറന്നു പറയണമെന്നും ഗവർണർ. എല്ലാവരും ഇപ്പോൾ ശബരിമല ഭക്തന്മാരാണ്. ഇതവരുടെ രാഷ്ട്രീയ നയമാണോ എന്ന് വ്യക്തമാക്കണമെന്നും ഗവർണർ. The people who have been opposing our culture, people who have very reservations or criticizing Guru Puja, people who are criticizing Bharat Mata, they all pretend to be Sabrimala's devotees. I don't know from where this culture has come. I don't doubt about their sanctity in their minds. If you really have that sanctity, if you really have those principles and those bhava in your minds, come out openly and tell us. ആഗോള അയ്യപ്പ സംഗമത്തിൽ മുഷ്ടി ചുരുട്ടി ശരണം വിളിച്ചതിൽ വിഷമമുണ്ടെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. പ്രസംഗത്തിനിടെ അറിയാതെ സംഭവിച്ചു പോയതാണ്. ശബരിമല ക്ഷേത്രം ഏറ്റെടുക്കുമെന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രസ്താവന അപകടകരമാണെന്നും PS പ്രശാന്ത് പറഞ്ഞു. ആഗോള അയ്യപ്പ സംഗമത്തിൽ മുഷ്ടി ചുരുട്ടി ശരണം വിളിച്ച നടപടിയിലാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഖേദം പ്രകടിപ്പിച്ചത്. താൻ വിശ്വാസിയാണെന്നും മുഷ്ടി ചുരുട്ടി ശരണം വിളിച്ചത് അറിയാതെ സംഭവിച്ചതാണെന്നും അതിൽ ഖേദമുണ്ടെന്നും പ്രശാന്ത് പറഞ്ഞു. അറിഞ്ഞുകൊണ്ട് ഞാൻ ചെയ്തതല്ല. അറിയാനും എങ്ങാനും ഒരു കൈ മുങ്ങി അതൊരു സ്ക്രീൻഷോട്ടായി പ്രചരിക്കപ്പെടുന്നുണ്ട്. പക്ഷെ അതിൽ പോലും എനിക്ക് വിഷമമുണ്ട്. കാരണം അത് കാണുമ്പോൾ പോലും എനിക്ക് വിഷമമുണ്ട്. ശബരിമല കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുമെന്ന സുരേഷ് ഗോപിയുടെ പ്രസ്താവന അപകടകരം. അപ്പം അങ്ങനെ ഒരു ഒറ്റയടിക്കൊരു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ക്ഷേത്രങ്ങളെയും അവിടുത്തെ ജീവനക്കാരെയും ആശങ്കയിലാക്കുന്ന തരത്തിലുള്ള ഒരു വാചകമായി പോയി അത്. പന്തളത്തെ ബദൽ സംഗമത്തിൽ നടന്നത് അധിക്ഷേപ പരാമർശങ്ങളെന്നും വിമർശനം. ഒരു രാഷ്ട്രീയ സമ്മേളനത്തിൽ നമുക്ക് പരസ്പരം പഴിചാരുകയും
ഭാഷയിൽ സംസാരിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ ഒരു ആത്മീയ സമ്മേളനത്തിൽ അങ്ങനെ ആകാമോ എന്നുള്ളത് ചിന്തിക്കേണ്ടത് അവരാണ്, ഈ പറഞ്ഞ ആളുകളാണ്. അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടുള്ള വരവ് ചെലവ് കണക്കുകൾ കോടതിയെ അറിയിക്കുമെന്നും PS പ്രശാന്ത് വ്യക്തമാക്കി. 24 തിരുവനന്തപുരം. കണ്ണൂർ കിളിയങ്ങാട് കാട്ടുപോത്ത് ഇറങ്ങി. കിളിയങ്ങാട് മേറ്റടി മേഖലയിലാണ് കാട്ടുപോത്ത് ഇറങ്ങിയത്. റോഡിലൂടെ പോകുന്ന കാട്ടുപോത്തിനെ വാഹനയാത്രക്കാരും കണ്ടു. വനംവകുപ്പ് അധികൃതർ രാത്രിയുള്ള സ്ഥലത്തെത്തി പരിശോധന നടത്തി. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. അരുൺ പൂപ്പറമ്പയുണ്ട് ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി. അരുൺ, ഇപ്പോൾ കാട്ടുപോത്ത് കാട് കയറിയെന്നാണോ? ഉന്മേഷം, രാത്രിയോടെ മേറ്റടി എന്ന് പറയുന്ന സ്ഥലത്തൊരു വീടിന് വശത്താണ് ആദ്യം ഈ കാട്ടുപോത്തിനെ കണ്ടത്. അങ്ങനെ ആ വീട്ടുകാർ ആ ഘട്ടത്തിൽ തന്നെ പഞ്ചായത്ത് അധികൃതരെയും വനം വകുപ്പിനെയും ഒക്കെ വിവരം അറിയിച്ചു. പിന്നീട് ആ കിളിയങ്ങാട് മേഖലയിൽ അവിടെ റോഡിലൂടെ ഈ കാട്ടുപോത്ത് നടന്നു പോകുന്നതാണ് വാഹനയാത്രക്കാർ കണ്ടത്. പിന്നീട് വനം വകുപ്പ് എത്തി ഈ രാത്രിയിൽ തന്നെ പരിശോധന നടത്തി. ഈ കാട്ടുപോത്ത് കാട് കയറി എന്നാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത്. എന്തായാലും ആ പ്രദേശത്ത്, പ്രത്യേകിച്ച് കിളിയങ്ങാട് മേറ്റടി മേഖലയിൽ ഒരു ജനങ്ങളിടയിൽ ഒരു പരിഭ്രാന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. മട്ടന്നൂർ, ശിവപുരം, വെള്ളിരോഡ് മേഖലകളിൽ കഴിഞ്ഞ ദിവസവും ഈ രീതിയിൽ കാട്ടുപോത്ത് ഇറങ്ങിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. കണ്ണവം വനത്തിൽ നിന്നാണ് ഇത്തരത്തിൽ കാട്ടുപോത്ത് ഈ ജനവാസ മേഖലയിലേക്ക്, പ്രത്യേകിച്ച് ഈ മട്ടന്നൂരിൽ തന്നെയുള്ള വിവിധ ഇടങ്ങളിലേക്ക് ഇറങ്ങുന്നത് എന്നൊരു നിഗമനത്തിലാണ് എന്തായാലും വനംവകുപ്പുള്ളത്. ഇപ്പോൾ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ഏറെ സമയം ഇത് ജനവാസ മേഖലയിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. നിരവധി വീടുകളുള്ള പ്രദേശങ്ങളാണ് അവിടെ. അതോടൊപ്പം തന്നെ വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡിലൂടെയൊക്കെയാണ് ഇത് നടന്നു പോയത്. അങ്ങനെ ഒരു ആശങ്ക ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. നിലവിൽ എന്തായാലും ഇത് കാട് കയറിയിട്ടുണ്ട് എന്നതാണ് നാട്ടുകാരും അതോടൊപ്പം തന്നെ വനംവകുപ്പും അറിയിക്കുന്നത്. ശരി അരുൺ. അരുൺ പൂപ്പറമ്പ, കണ്ണൂരിൽ നിന്ന്. സംസ്ഥാനത്ത് പോലീസ് തലപ്പത്ത് അഴിച്ചുപണി. യോഗേഷ് ഗുപ്തയെ അഗ്നിരക്ഷാ സേനാ മേധാവി സ്ഥാനത്ത് നിന്ന് മാറ്റി. റോഡ് സേഫ്റ്റി കമ്മീഷണറായാണ് പുതിയ നിയമനം. നിതിൻ അഗർവാളാണ് പുതിയ ഫയർഫോഴ്സ് മേധാവി. പോലീസ് ശബ്ദരേഖാ വിവാദത്തിൽ ആരോപണ വിധേയനായ VG വിനോദ് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി. ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് SP ആയാണ് പുതിയ നിയമനം. നകുൽ രാജേന്ദ്ര ദേശ്മുഖാണ് പുതിയ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ. അയോധ്യ വിധിയിൽ വിവാദ പരാമർശവുമായി സുപ്രീംകോടതി മുൻ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. ക്ഷേത്രം പൊളിച്ചാണ് ബാബറി മസ്ജിദ് നിർമ്മിച്ചത് എന്നതിന് തെളിവുണ്ട് എന്നാണ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ പരാമർശം. ക്ഷേത്രം തകർത്തതിന് തെളിവില്ല എന്ന് വിധിച്ച 5-അംഗ ഭരണഘടനാ ബെഞ്ചിലെ അംഗം കൂടിയായിരുന്നു ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് താൻ അംഗമായ ബെഞ്ചിന്റെ ഉത്തരവിന് വിരുദ്ധമായ ചന്ദ്രചൂഡിന്റെ പ്രതികരണം. ക്ഷേത്രാവശിഷ്ടങ്ങൾ കണ്ടെത്തിയതായി ആർക്കിയോളജിക്കൽ സർവേ റിപ്പോർട്ട് ഉണ്ടെന്നാണ് പുതിയ അവകാശവാദം. ചരിത്രം മറന്നുവെന്നും നമ്മുടെ മുന്നിൽ ആർക്കിയോളജിക്കൽ തെളിവുണ്ടാകുമ്പോൾ എങ്ങനെ കണ്ണടയ്ക്കുമെന്നും ചന്ദ്രചൂഡ് അഭിമുഖത്തിൽ ചോദിക്കുന്നു. There is evidence in the form of the archaeological report. Ultimately, people who have criticized the judgment want to ignore the fundamental history of the mosque and then look at the more comparative history and selective elements of that history in support of what they postulate. അയോധ്യ കേസിൽ പരിഹാരം കണ്ടെത്താൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുവെന്ന പരാമർശം നേരത്തെ വിവാദമായിരുന്നു. അതിന് പിന്നാലെയാണ് ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട അന്തിമവിധിയിൽ താൻ എന്താണോ എഴുതി വച്ചത് അതിന് വിപരീതമായുള്ള പ്രസ്താവന. അഭിമുഖം ഇതിനോടകം തന്നെ വലിയ ചർച്ചയായിട്ടുണ്ട്. 24 ഡൽഹി. ലഡാക്കിലെ പ്രക്ഷോഭത്തിന് ജനക്കൂട്ടത്തെ പ്രകോപിപ്പിച്ചത് പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ പ്രകോപന പ്രസ്താവനകളെന്ന് കേന്ദ്ര സർക്കാർ. സോനം വാങ്ചുക്കിന്റെ NGOക്കെതിരെ CBI അന്വേഷണം ആരംഭിച്ചു. ലഡാക്കിലെ സംഘർഷത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ കോൺഗ്രസും CPIM-ഉം രംഗത്തെത്തി. സംസ്ഥാന പദവി ആവശ്യപ്പെട്ട് ലഡാക്കിലുണ്ടായ പ്രക്ഷോഭത്തിന് കാരണം സോനം വാങ്ചുക്കിന്റെ പ്രകോപന പ്രസ്താവനകളാണെന്നാണ് കേന്ദ്ര സർക്കാർ വാദം. സർക്കാർ പ്രതിനിധികളും ലഡാക്കിലെ ഗ്രൂപ്പുകളും തമ്മിൽ ചർച്ചകൾ തുടരുകയാണ്. പുരോഗതിയിൽ തൃപ്തരല്ലാത്ത ചിലരാണ് അട്ടിമറിക്ക് ശ്രമിക്കുന്നതെന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വിശദീകരണം. പിന്നാലെ വാങ്ചുക്കിന്റെ NGOയ്ക്കെതിരെ CBI അന്വേഷണം ആരംഭിച്ചു. നിയമവിരുദ്ധമായി വിദേശത്ത് നിന്നും ഫണ്ട് സ്വീകരിച്ചുവെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ. കേസിൽ ഹാജരാകണമെന്ന് CBI നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും സോനം വാങ്ചുക് ഇതുവരെ പ്രതികരിച്ചിട്ടില്ലെന്നാണ് CBI വൃത്തങ്ങൾ നൽകുന്ന സൂചന. ലഡാക്കിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പകരം അത് മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കാനാണ് BJP ശ്രമമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. അവിടെ ഇത്തരം പ്രശ്നം ഉണ്ടായപ്പോൾ അത് മറ്റുള്ളവരിലേക്ക് തലയിൽ കെട്ടിവെക്കാനാണോ പരിശ്രമിക്കേണ്ടത്? അവിടെ തന്നെയാണ് BJPയുടെ അജണ്ട മനസ്സിലാക്കേണ്ടത്. അവിടെയും രാഷ്ട്രീയമാണ്. ആ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായ ശ്രമം നടത്തുന്നതിന് പകരം
അത് രാഹുൽ ഗാന്ധിയുടെ തലയിൽ കെട്ടിവെക്കാൻ ബങ്കൻ തരേണ കെട്ടിവെക്കാനുള്ള പരിശ്രമമാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവകാശങ്ങൾക്കായുള്ള ലഡാക്കിലെ ജനങ്ങളുടെ ആവശ്യത്തെ BJP നേതൃത്വം നിരന്തരം അവഗണിച്ചുവെന്ന് CPIM PB കുറ്റപ്പെടുത്തി. പ്രക്ഷോഭത്തിൽ 4 പേർ കൊല്ലപ്പെട്ടുവെന്നും നിരവധി പേർക്ക് പരിക്കേറ്റുവെന്നുമാണ് റിപ്പോർട്ടുകൾ. 24 ഡൽഹി. രാജ്യവ്യാപകമായി വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കുന്നതിന് മുന്നോടിയായി രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ച നടത്തുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പ്രതിഷേധങ്ങളും നിയമപോരാട്ടങ്ങളും ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് നീക്കം. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത JPC യോഗത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാട് വ്യക്തമാക്കിയത്. ബീഹാർ പാഠമാക്കിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നീക്കം. ജൂണിൽ ബീഹാറിൽ വോട്ടർ പട്ടിക പരിഷ്കരണം തുടങ്ങിയപ്പോൾ രാഷ്ട്രീയ പാർട്ടികളോട് ചർച്ച ചെയ്തിരുന്നില്ല. പിന്നാലെയുണ്ടായ നിയമപോരാട്ടങ്ങളും വിവാദങ്ങളും കമ്മീഷന്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്തിരുന്നു. ഇതോടെയാണ് രാജ്യവ്യാപക SIR എല്ലാവരുമായി കൂടിയാലോചിച്ച ശേഷം മതിയെന്ന തീരുമാനത്തിലെത്തിയത്. കേരളത്തിൽ ചീഫ് ഇലക്ടറൽ ഓഫീസർ സർവകക്ഷി യോഗം വിളിച്ച് നടപടികളോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു. സമാനമായി മറ്റു സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും യോഗം വിളിക്കണമെന്നാണ് നൽകിയ നിർദ്ദേശം. അടുത്ത മാസത്തോടെ രാജ്യവ്യാപക SIR നടപടികൾ തുടങ്ങുമെന്നാണ് സൂചന. ഇതിന്റെ പ്രാരംഭ നടപടികൾ പൂർത്തിയായതായി കമ്മീഷൻ സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ പരിഷ്കരണം നീട്ടിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇതിലും ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. 24 ഡൽഹി. ഡൽഹി ശ്രീ ശാരദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഡയറക്ടർ സ്വാമി ചൈതന്യാനന്ദ സരസ്വതിക്കെതിരായ ലൈംഗിക അതിക്രമ കേസിലെ FIR വിവരങ്ങൾ പുറത്ത്. പ്രതി പെൺകുട്ടികളുടെ ഹോസ്റ്റൽ മുറിയിൽ CCTV ക്യാമറ സ്ഥാപിച്ചിരുന്നുവെന്ന് FIRലുണ്ട്. ചിലരെ ബേബി എന്നാണ് വിളിച്ചിരുന്നത് എന്നും പെൺകുട്ടികളുടെ മൊഴിയിൽ പറയുന്നു. വ്യാജസ്വാമിക്കെതിരെ കേസെടുത്തതിന് പിന്നാലെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾക്ക് അശ്ലീല സന്ദേശം അയക്കുന്ന ഇയാൾ രാത്രിയിൽ മുറിയിലേക്ക് വരാനും ആവശ്യപ്പെട്ടിരുന്നു. രാത്രികാലങ്ങളിലാണ് ഇയാൾ കൂടുതലും മെസ്സേജുകൾ അയക്കുന്നത്. എതിർത്തപ്പോൾ ചിലരുടെ ഹാജർ നിലയിൽ കൃത്രിമം നടത്തിയതായും പരീക്ഷയ്ക്ക് അനാവശ്യമായി മാർക്ക് കുറച്ചതായും വിവരമുണ്ട്. ഇക്കൊല്ലം മാർച്ചിൽ സ്ഥാപനത്തിൽ നിന്ന് ഋഷികേശിലേക്ക് യാത്ര പോയപ്പോഴും പെൺകുട്ടികൾക്ക് ഇയാളിൽ നിന്ന് മോശം അനുഭവമുണ്ടായി. അവിടെ വെച്ച് ചൈതന്യാനന്ദ തന്റെ പുതിയ BMW കാർ പൂജ നടത്തിയതായും മൊഴിയുണ്ട്. 3 വനിതാ ജീവനക്കാരും ഇൻസ്റ്റിറ്റ്യൂട്ട് ഡീനും പെൺകുട്ടികളെ സ്വാമിക്ക് വഴങ്ങാനും പരാതി അവഗണിക്കാനും സമ്മർദ്ദം ചെലുത്തിയതായും FIRൽ പറയുന്നു. ഒളിവിലുള്ള വ്യാജസ്വാമിയെ കണ്ടെത്താൻ പോലീസ് ശ്രമം ഊർജിതമാക്കിയിട്ടുണ്ട്. 24 ഡൽഹി. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ ഷാഫി പറമ്പിൽ MPക്കെതിരെ ഗുരുതര ആരോപണവുമായി CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി. രാഹുലും ഷാഫിയും കൂട്ടുകച്ചവടമാണെന്നും ചില കാര്യങ്ങളിൽ രാഹുലിന്റെ ഹെഡ്മാഷാണ് ഷാഫി എന്നുമായിരുന്നു EN സുരേഷ് ബാബുവിന്റെ ആരോപണം. ആരോപണമല്ല, അധിക്ഷേപം എന്ന് പ്രതികരിച്ച ഷാഫി പറമ്പിൽ EN സുരേഷ് ബാബുവിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കി. പ്രസ്താവന വിവാദമായതോടെ ഷാഫി എന്ന് താൻ പറഞ്ഞിട്ടില്ല എന്നായിരുന്നു EN സുരേഷ് ബാബുവിന്റെ വിശദീകരണം. പ്രസ്താവനയിൽ പ്രതിഷേധിച്ച് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തംകൊളുത്തി പ്രകടനം നടത്തി. പരസ്യമായി ഇവരെക്കാളും കൂടുതൽ നേരിട്ട് ചോദിക്കണമെന്നാ പറയുന്നത് ചില ആളുകളെ കാണുന്നു. എന്നാൽ പിന്നെ ബാംഗ്ലൂർ ട്രിപ്പ് അടിക്കുക എന്നാണ് ചോദിക്കുന്നത്. ആര്? ഹെഡ്മാസ്റ്റർ തന്നെ. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇന്ന് രാവിലെ CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറിയുടെ ആരോപണം ഷാഫി പറമ്പിലിനെതിരെ. പിന്നാലെ EN സുരേഷ് ബാബുവിന് മറുപടിയുമായി ഷാഫി പറമ്പിൽ. ഇതാണോ CPMന്റെ 2026 തെരഞ്ഞെടുപ്പ് തന്ത്രം എന്നുള്ളത് അവരുടെ നേതാക്കന്മാർ വ്യക്തമാക്കണം. ഇതാണോ CPMന്റെ രാഷ്ട്രീയം? ഷാഫിക്കെതിരെയുള്ള പരാമർശങ്ങൾ വിവാദമായതോടെ EN സുരേഷ് ബാബുവിന്റെ വിശദീകരണം. താൻ ഷാഫിയുടെ പേര് പറഞ്ഞിട്ടില്ല. ഷാഫി പറമ്പിൽ എന്ന പേര് ഞാൻ പരാമർശിച്ചില്ല. ഹെഡ്മാഷ് ഷാഫി പറമ്പിലിനെ അധിക്ഷേപിച്ച CPIM ജില്ലാ സെക്രട്ടറിക്കെതിരെ നടപടിയെടുക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. CPM നേതൃത്വം ചെയ്യേണ്ടത് അയാളെ ഉടൻ തന്നെ ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കുകയും ഷാഫി പറമ്പിൽ പരാതി കൊടുക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ആ പരാതിയുടെ പുറത്ത് അയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യാം. CPIM ജില്ലാ സെക്രട്ടറിയുടെ പ്രസ്താവനയ്ക്കെതിരെ കോൺഗ്രസ് പ്രതിഷേധവുമായി എത്തി. പന്തംകൊളുത്തി പ്രകടനവുമായി എത്തിയ പ്രവർത്തകർ സ്റ്റേഡിയം റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പാലക്കാടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ പൊതുപരിപാടികളിൽ പങ്കെടുത്തിട്ടില്ല. രാഹുലിനെ പാർട്ടി പരിപാടികളിൽ പങ്കെടുപ്പിക്കില്ലെന്നും അഗ്നിശുദ്ധി വരുത്തേണ്ടത് രാഹുൽ തന്നെയാണെന്നും മുസ്ലിം ലീഗ് ജില്ലാ അധ്യക്ഷൻ മരക്കാർ മാരായമംഗലം പ്രതികരിച്ചു. 24 പാലക്കാട്. ലൈംഗികാരോപണ വിവാദങ്ങൾക്കിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാലക്കാട്ടെത്തിയത് കോൺഗ്രസ് നേതാക്കളുടെ മൗനാനുവാദത്തോടെ. മുതിർന്ന നേതാക്കളുമായി രാഹുൽ ആശയവിനിമയം നടത്തി. രാഹുലിനെതിരെ നിലപാട് കടുപ്പിക്കുകയാണ് CPIMഉം BJPയും. മണ്ഡലത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയില്ലെങ്കിൽ തിരിച്ചടിയുണ്ടായേക്കുമെന്ന ആശങ്ക സംസ്ഥാന ജില്ലാ നേതാക്കൾക്കുണ്ടായിരുന്നു. എന്നാൽ പാർട്ടി എന്ന നിലയിൽ വലിയ പ്രതിരോധമൊരുക്കാൻ കഴിയില്ലെന്ന് രാഹുലിന്റെ നേതാക്കൾ അറിയിച്ചു. പ്രധാനപ്പെട്ട നേതാക്കൾ രാഹുലുമായി ആശയവിനിമയം നടത്തി. ഇതിനു പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടെത്തിയത്.
രാഹുലിനെ പരസ്യമായി പിന്തുണയ്ക്കേണ്ടെന്നാണ് ധാരണ. പാർട്ടി അദ്ദേഹത്തിനെ വെളിയിലാക്കിയിട്ടുണ്ട്, അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് കണക്കാക്കി അത് ആ നയം KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും പറഞ്ഞിട്ടുണ്ട്. അതാണ് പാർട്ടിയുടെ നയം, അല്ലാണ്ട് അപ്പുറമൊന്നുമില്ല. രാഹുലിനെതിരെ BJPയും നിലപാട് കടുപ്പിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുന്നതുവരെ BJPയുടെ ഭാഗത്തുനിന്ന് ശക്തമായ പ്രതിഷേധം ഉണ്ടാവും, പ്രക്ഷോഭ പരിപാടികൾ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് BJPയുടെ സ്റ്റാൻഡ്. 24 പാലക്കാട്. തിരുവനന്തപുരത്ത് അങ്കണവാടിയിൽ പിഞ്ചു കുഞ്ഞിനോട് അധ്യാപികയുടെ ക്രൂരത. മൊട്ടമൂട് പറമ്പുകോണത്തെ അങ്കണവാടിയിലാണ് 2.25 വയസ്സുള്ള കുഞ്ഞിന്റെ മുഖത്ത് പുഷ്പകല എന്ന ടീച്ചർ അടിച്ചത്. കർശന നടപടിയെന്ന് ബാലാവകാശ കമ്മീഷൻ പ്രതികരിച്ചു. നിയമ നടപടിയുമായി മുന്നോട്ടെന്ന് കുട്ടിയുടെ പിതാവ്. 24 എക്സ്ക്ലൂസീവ്. ഇന്നലെ അങ്കണവാടിയിൽ നിന്നും തിരിച്ചെത്തി കുട്ടിയെ കുളിപ്പിക്കുന്നതിനിടെയാണ് രക്ഷിതാക്കൾ കുട്ടിയുടെ മുഖത്ത് പാടുകൾ ശ്രദ്ധിക്കുന്നത്. പിന്നാലെ രക്ഷിതാക്കൾ അങ്കണവാടി ടീച്ചറെ ബന്ധപ്പെട്ടെങ്കിലും ഫോൺ എടുത്തില്ല. തുടർന്ന് ആശാവർക്കറെ കൊണ്ട് ടീച്ചറെ വിളിപ്പിച്ചപ്പോഴാണ് ഫോൺ എടുത്തത്. ഇതോടെ രക്ഷിതാക്കൾക്ക് സംശയം ബലപ്പെട്ടു. ടീച്ചറിനെ വിളിച്ചപ്പോൾ ഫോൺ എടുക്കുന്നില്ല. ആയ വിളിച്ചപ്പോൾ ആയ ലീവാണെന്ന് പറഞ്ഞ്. പിന്നെ ആശാവർക്കറിൻ്റെ വീട്ടിൽ പോയി വിളിച്ചപ്പം ടീച്ചർ ഫോൺ എടുത്ത്. ടീച്ചർ പറഞ്ഞ് അവരവിടെ ഉണ്ടായിരുന്നു രാവിലെ തൊട്ട് വൈകിട്ട് വരെ. ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല. ഇന്നലെ ടീച്ചറായ പുഷ്പകലയും ആശാവർക്കറും മാത്രമാണ് അങ്കണവാടിയിൽ ഉണ്ടായിരുന്നത്. ആയ അവധിയായിരുന്നു. നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് കുഞ്ഞിന്റെ രക്ഷിതാക്കളുടെ തീരുമാനം. അവര് സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതുമായിട്ട് മുന്നോട്ട് പോകണം. കാരണം ഇന്ന് എന്റെ ക്വസ്റ്റിനെങ്കിൽ നാളെ വേറൊരു ക്വസ്റ്റിനാവല്ല. സംഭവത്തിൽ റിപ്പോർട്ട് ആവശ്യപ്പെടുമെന്നും തുടർ നടപടി സ്വീകരിക്കുമെന്നും ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാർ പ്രതികരിച്ചു. ഇത്തരമൊരു പ്രവൃത്തി ഒരു അംഗൻവാടി വർക്കറിൽ നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ശക്തമായ നടപടികൾ ഉണ്ടാവണം. അതിനാവശ്യമായ ഇടപെടൽ കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടാവും. ഇന്നലെ രാത്രി തന്നെ കുട്ടിയെ തൈക്കാട് അമ്മയും കുഞ്ഞും ആശുപത്രി എത്തിച്ചിരുന്നു. വിദഗ്ധ പരിശോധനയ്ക്കായി തിരുവനന്തപുരം SAT ആശുപത്രിയിലേക്ക് മാറ്റി. കുഞ്ഞിന്റെ കർണപുടത്തിൽ തകരാറുണ്ടോ എന്നാണ് പരിശോധിച്ചു വരുന്നത്. തൈക്കാട് ആശുപത്രി അധികൃതർ വിവരം തമ്പാനൂർ പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഷഫീദ് റൌത്തർ, 24 തിരുവനന്തപുരം. പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യവുമായി മുസ്ലിം ലീഗിന്റെ ഗസ ഐക്യദാർഢ്യ സമ്മേളനം. കൊച്ചിയിൽ നടന്ന സമ്മേളനം മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ പലസ്തീൻ അംബാസിഡർ അബ്ദുള്ള അബു ഷാബേസ് സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി. ദ്വിരാഷ്ട്ര പരിഹാരമാണ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള മാർഗമെന്ന് പലസ്തീൻ അംബാസിഡർ അബ്ദുള്ള അബു ഷാബേസ് 24 പറഞ്ഞു. Solidarity with Palestine. Stand with Gaza. Stand for justice. ഇസ്രായേൽ ഗസയിൽ കരയാക്രമണം ശക്തമാക്കിയതിന് പിന്നാലെയാണ് പലസ്തീൻ ഐക്യദാർഢ്യവുമായി മുസ്ലിം ലീഗിന്റെ ഗസ ഐക്യദാർഢ്യ സമ്മേളനം. ഗസയിൽ ഇസ്രായേലിന്റെ നരവേട്ട തുടരുകയാണെന്നും ഇന്ത്യ പലസ്തീനൊപ്പമെന്നും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിലെ ഊർജം പറഞ്ഞ പ്രസ്താവനയാണ് പലസ്തീൻ അറബികളുടേതാണ് എന്ന് ഇന്ത്യയുടെ നേതാക്കൾ എന്ന് പറഞ്ഞത് എന്നുള്ളത്. അത് പക്ഷേ ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന ചിലർ മറന്നുപോയിരിക്കുന്നു എന്നുള്ളതാണ്. ദ്വിരാഷ്ട്ര പരിഹാരമാണ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള മാർഗമെന്ന് പലസ്തീൻ അംബാസിഡർ അബ്ദുള്ള അബു ഷാവേസ് 24നോട്. 716 ദിവസത്തെ യുദ്ധത്തിൽ ഗസ പൂർണ്ണമായും നശിച്ചെന്നും പലസ്തീൻ അംബാസിഡർ. Viable solution, the only accepted solution to the international community and even to the American in the 20 years ago is only the two-state solution. The only one who is refusing the two-state solution is Israel. ഗസയിൽ നടക്കുന്നത് മനുഷ്യക്കുരുതിയാണെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. മനുഷ്യന് ഒരു കാലത്തും ഇമാജിൻ ചെയ്യാൻ കഴിയാത്ത വിധം കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുക. ഇതിനൊരു പരിഹാരമില്ല. രാഷ്ട്രീയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കാം ലോക ജനതയ്ക്ക്, പക്ഷെ ഇതാണോ പരിഹാരം? സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ളവർ സമ്മേളനത്തിന്റെ ഭാഗമായി. 24 കൊച്ചി. ഓപ്പറേഷൻ നങ്കൂറിൽ നിർണായക കണ്ടെത്തലുമായി കസ്റ്റംസ്. എറണാകുളം കുണ്ടന്നൂരിൽ നിന്ന് പിടികൂടിയ വാഹനത്തെ ചുറ്റിപ്പറ്റി അടിമുടി ദുരൂഹത. അരുണാചൽ പ്രദേശിൽ വ്യാജവിലാസത്തിൽ വാഹനം രജിസ്റ്റർ ചെയ്തത് മലയാളിയെന്നാണ് കണ്ടെത്തൽ. വ്യാജ മേൽവിലാസത്തിൽ വാഹനം കേരളത്തിലെത്തിച്ച മൂവാറ്റുപുഴ സ്വദേശി മാഹിൻ അൻസാരിക്കായി അന്വേഷണം ഊർജിതമാണ്. കഴിഞ്ഞ ദിവസം കുണ്ടന്നൂരിലെ വർക്ക്ഷോപ്പിൽ വെച്ച് കസ്റ്റംസ് പിടികൂടിയ അസം സ്വദേശിയുടെ പേരിൽ അരുണാചൽ പ്രദേശിൽ രജിസ്റ്റർ ചെയ്ത ലാൻഡ് ക്രൂസർ ഫസ്റ്റ് ഓണർ വാഹനം അടിമുടി ദുരൂഹതയെന്ന് വ്യക്തമാക്കുകയാണ് കസ്റ്റംസ്. മൂവാറ്റുപുഴ സ്വദേശി മാഹിൻ അൻസാരിയാണ് വ്യാജ മേൽവിലാസത്തിൽ വാഹനം കേരളത്തിലെത്തിച്ചതെന്ന് കസ്റ്റംസ് വ്യക്തമാക്കി. കസ്റ്റംസ് പരിശോധന നടത്തുന്നുവെന്ന് സൂചന ലഭിച്ചതിനു പിന്നാലെ നിറം മാറ്റാനായി 2 ആഴ്ച മുൻപാണ് വാഹനം വർക്ക്ഷോപ്പിലെത്തിച്ചത്. കുണ്ടന്നൂരിലെ ഓട്ടോ ഷോപ്പ് ഉടമ 24നോട് ഇക്കാര്യം സ്ഥിരീകരിച്ചു. 2 ആഴ്ചക്ക് മുമ്പ് വന്ന വണ്ടിയാണ്. നമ്മൾ ഇന്നലെയാണ് സ്റ്റാർട്ട് ചെയ്തത്. വർക്ക് സ്റ്റാർട്ട് ചെയ്തത് ഇന്നലെയായിരുന്നു. ഫുൾ ബോഡി കളർ ചേഞ്ച് ചെയ്യാനായിട്ടാണ് പറഞ്ഞത്. വണ്ടി കളർ
വൈറ്റ് ആയിരുന്നു, അത് ബ്ലാക്കിലേക്ക് കളർ ചേഞ്ച് ചെയ്യാൻ പറഞ്ഞിരുന്നു. കോയമ്പത്തൂർ സംഘവുമായുള്ള മാഹിൻ അൻസാരിയുടെ ബന്ധം അന്വേഷിക്കുകയാണ് കസ്റ്റംസ്. നടൻ അമിത് ചക്കാലക്കലിനും ഇടനിലക്കാരായി ബന്ധമുണ്ടെന്ന നിഗമനത്തിലാണ് കസ്റ്റംസ് ഉള്ളത്. അമിത്തിന്റെ ഗ്യാരേജിൽ നിന്ന് പിടികൂടിയ മറ്റു വാഹനങ്ങളുടെ രേഖകളിൽ കസ്റ്റംസിന് സംശയമുണ്ട്. എൻ്റെ വണ്ടിയുടെ ഡോക്യുമെന്റ്സ് പഴയ 1999 രജിസ്ട്രേഷന്റെ സമയത്തെ ഡോക്യുമെന്റ്സ് ഒക്കെ തരാൻ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ഇന്നിപ്പോൾ അവിടെ നിന്ന് എനിക്ക് ഫോട്ടോ എടുത്ത് അയച്ചു തന്നു. അപ്പോൾ കിട്ടിയ ഉടനെ ആ എക്സൈറ്റ്മെന്റ് സാറിനൊന്ന് കാണിക്കാൻ വേണ്ടി വന്ന. പിടിച്ചെടുത്തതിൽ ഒരു വാഹനം മാത്രമാണ് തന്റേതെന്ന് അമിത് 24നോട്. കസ്റ്റംസ് പരിശോധനയ്ക്ക് പിന്നാലെ ഭൂട്ടാൻ വാഹനം കേരളത്തിൽ നിന്ന് കടത്താൻ ഉടമകൾ ശ്രമിക്കുന്നുവെന്ന വിവരത്തെ തുടർന്ന് സംസ്ഥാനത്തെ എല്ലാ ചെക്ക് പോസ്റ്റുകൾക്കും കസ്റ്റംസ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. 24 കൊച്ചി. അഡ്വക്കേറ്റ് TJ ഐസക് വയനാട് DCC പ്രസിഡന്റായി. കൽപ്പറ്റ നഗരസഭാ ചെയർമാനാണ്. ND അപ്പച്ചൻ രാജിവെച്ചതിനെ തുടർന്നാണ് നിയമനം. ആത്മഹത്യകളും വിഭാഗീയതയും പാർട്ടിയെ പിടിച്ചൊളിച്ചതിന് പിന്നാലെയായിരുന്നു ND അപ്പച്ചന്റെ പടിയിറക്കം. ഒടുവിൽ AICC തീരുമാനം വന്നു. TJ ഐസക് DCC അധ്യക്ഷൻ, നിലവിൽ കൽപ്പറ്റ നഗരസഭാ ചെയർമാൻ, 13 വർഷം തുടർച്ചയായി നഗരസഭയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, KSUവിലൂടെ സംഘടനാ രംഗത്തേക്ക്, ജില്ലാ പ്രസിഡന്റും സംസ്ഥാന സെക്രട്ടറിയുമായി, DCC ജനറൽ സെക്രട്ടറി, KPCC സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. അനുഭവസമ്പത്താണ് ഐസക്കിനെ പദവിയിലേക്ക് എത്തിച്ചത്. ഞാൻ അങ്ങനെ വലിയൊരു സംഘടനാ പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് ഞാൻ അങ്ങനെ കാണുന്നില്ല. പാർട്ടിക്കകത്ത് എല്ലാവരെയും ഒറ്റക്കെട്ടായി യോജിപ്പിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി ഒരു സംവിധാനമായി മുമ്പോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഏറ്റവും പരമപ്രധാനമായ ദൗത്യം. വയനാട് കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങൾ ദേശീയ നേതൃത്വത്തെ അസ്വസ്ഥമാക്കിയിരുന്നു. DCC ട്രഷററായിരുന്ന NM വിജയന്റെ ആത്മഹത്യ മുതൽ മുള്ളൻകൊല്ലിയിലെ സംഘടനാ പ്രശ്നങ്ങളും ജോസ് നെല്ലിടത്തിന്റെ ആത്മഹത്യയും വരെ നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കി. ഈ സാഹചര്യത്തിലാണ് ND അപ്പച്ചന് അധ്യക്ഷസ്ഥാനം രാജിവെക്കേണ്ടി വന്നത്. മാനസികമായിട്ട് എനിക്ക് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ പാർട്ടിക്കകത്ത് അങ്ങനെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. നാളെയും സ്ഥാനമല്ല എനിക്ക് പ്രശ്നം. ഈ പാർട്ടി എന്നെ പരിഗണിക്കാണ്ട് പരിഗണിച്ചോട്ടെ, ഇല്ലെങ്കിൽ വേണ്ട. ഞാൻ പറഞ്ഞില്ല, 5 രൂപ മെമ്പർഷിപ്പ് എനിക്കുണ്ട്, എനിക്ക് അതനുസരിച്ച് പ്രവർത്തിക്കാം, എൻ്റെ ബൂത്തിൽ പ്രവർത്തിക്കാം, ഒരു കുഴപ്പമില്ല കാര്യത്തിൽ. ജില്ലയിലെ സംഘടനാ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ് ഐസക്കിന് മുന്നിലെ വലിയ വെല്ലുവിളി. ND അപ്പച്ചനെ നിർബന്ധിച്ച് രാജിവെപ്പിച്ചതാണെന്നും അർഹമായ വിടവാങ്ങൽ നൽകിയില്ലെന്നും പാർട്ടിക്കകത്ത് തന്നെ ആക്ഷേപമുയരുന്നുണ്ട്. AICC അംഗമായി അപ്പച്ചന് ചുമതല നൽകിയാണ് നേതൃത്വത്തിന്റെ അനുനയ നീക്കം. 24 വയനാട്. 24 റൗണ്ട് പൂർത്തിയാവുന്നു. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.